ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കാണുമ്പോൾ ഭയങ്കര എലഗൻ്റായിട്ട് തോന്നുന്നൊരു പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഡയമണ്ട് പെയിൻറ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ പെയിൻറ്റിംഗ് പോലെയല്ല, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു തരം എന്താ പറയുക ബീഡ്സ്, അത് വെച്ച് നമ്മൾ ചെയ്യുന്നൊരു പെയിൻറ്റിംഗ് ആണ്. ക്രാഫ്റ്റ് അറിയാവുന്നവർക്ക് മിക്കവർക്കും അറിയാമായിരിക്കും. ഇനി അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, ഇതിങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്യാൻവാസ് സെലക്ട് ചെയ്യാം. സൈസ് അതുപോലെ ഡിസൈൻസൊക്കെ വേരി ചെയ്തിരിക്കും. അപ്പോൾ ക്യാൻവാസ് വരും, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിന് ആ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള പല കളേഴ്സിലുള്ള ബീഡ്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ടൂള്, അതെല്ലാം അടങ്ങിയതാണ്. ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെയ്തു വെച്ചൊരു ക്യാൻവാസാണിത്, ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇതിപ്പോൾ ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ക്യാൻവാസാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ പാക്കേജിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസും പിന്നെ കളേഴ്സും ആ ഒരു ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് വിശദമായിട്ട് ഇതെങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇതൊരു ആ ഒരു ബ്ലൂ കളറിലെ ഫ്ലവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ബ്ലൂ ഫ്ലവർ മാത്രം, ആ ബട്ടർഫ്ലൈക്ക് താഴെയുള്ള ബ്ലൂ ഫ്ലവർ മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതൊരു നല്ലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, കാരണം ഇത് ഗ്ലൂ ഉള്ളൊരു ക്യാൻവാസാണ്. അപ്പം നമ്മളിങ്ങനെ തുറന്നു വെച്ച് പോകാൻ പാടില്ല എപ്പോഴും. അതുകൊണ്ട് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിനോട് കൂടി തന്നെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇതിൽ ഓരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ അനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ പാക്കറ്റ്സാണ് നമുക്ക് ഇതിൻ്റെ ബീഡ്സ് വരുന്നത്. ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ടല്ലോ, ഗ്രീനിലൊരു വൈറ്റ് ഡോട്ട്. അപ്പോൾ അതിൻ്റെ നേരെ 699 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 699 ഉള്ള ആ ഒരു ബീഡാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റ്സിൽ ധാരാളം ബീഡ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനി എങ്ങനെയാണ് അതിലേക്ക് ഡിസൈൻ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊരു ഗ്ലൂ നിറയെ ഗ്ലൂ ഉള്ളൊരു ബേസാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ടൂള് കൊണ്ടാണ് ഈ എന്താ പറയുക ഡയമണ്ട്സ് എന്ന് പറയാ ഈ ബീഡ്സൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു സ്റ്റിക്കിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഗ്ലൂവും അവർ തരുന്നുണ്ട്, ഒരു ഗമ്മും തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ട്രേ ഉണ്ടാകും. ആ ട്രേയിൽ നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഏത് കളറാണോ നമ്മളപ്പോൾ ചെയ്യുന്നത് അതിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗമ്മ് ഈ പെന്നെന്ന് നമുക്ക് പറയാം, ആ പെന്നിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായി, അതായത് ആ പെന്നിൽ ഗ്ലൂ വെച്ച് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീഡ്സ് അതിൽ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്ത് നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് ആ പാറ്റേണും ആ ഡിസൈൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യാൻവാസ് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവേർഡ് ആയിരിക്കും. ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റരുത്. നമ്മൾ ചെയ്യേണ്ട ആ സൈഡിൽ മാത്രം പതിയെ ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി കൊടുത്തിട്ട്, കാരണം അല്ലെങ്കിൽ നമ്മുടെ കൈ ആ ഗമ്മിലൊട്ടി നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി കൊടുക്കരുത്. ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് കുറച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് അവിടെ വേണം ചെയ്യാൻ. പിന്നെ അത് കവർ ചെയ്ത് വയ്ക്കുക. പിന്നെ മടക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ അവർ തരുന്ന പോലെ തന്നെ ചുരുട്ടി തന്നെ വയ്ക്കണം. മടക്കുമ്പോൾ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ബീഡ്സൊക്കെ ചിലപ്പം ഇളകി പോരാനുള്ള സാധ്യതയുണ്ട്, അറിയില്ല, ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് എന്താ പറയുക ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോ സൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോ സൈനും ഒരു തരം ഗ്രീനാണ്, വേറൊരു ഷെയ്ഡുള്ള ഗ്രീൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോകാനായിട്ട്, അടുത്ത ഒരു ഡിസൈനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ കുഞ്ഞി സാധനങ്ങളല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇത് എവിടെയാണ് അവൈലബിൾ എന്ന് ചോദിച്ചാൽ മിക്കവാറും ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ വാങ്ങിയത് ഇത് പാലാരിവട്ടത്ത്, എറണാകുളത്ത് പാലാരിവട്ടത്ത് വെണ്ണലയ്ക്കടുത്ത് പുതിയ റോഡെന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്. അപ്പോൾ അവിടെ യാസി ഫർണിച്ചർ ആൻഡ് ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് പോട്ട്സ് ആൻഡ് എന്താ പറയുക അങ്ങനെയുള്ളൊരു ഷോപ്പുണ്ട്. നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനിങ് പീസസൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്.